സയ്യിദുന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രങ്ങൾ പറയുന്ന ഗ്രന്ഥങ്ങളിൽ വളരെ ചിന്തോദ്ദീപകമായ ഒരു കാര്യം കാണാം. കാന അബൂബക്രിൻ യളഉ ഹസാത്തൻ ഫീഹി ലിയംനഅ നഫ്സഹു അനിൽ കലാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വായിൽ ചെറിയൊരു കല്ല് സൂക്ഷിക്കാറുണ്ടായിരുന്നു. അനാവശ്യ സംസാരങ്ങൾ വന്നു പോകുന്നതിൽ നിന്ന് സ്വന്തത്തെ തടയാൻ വേണ്ടിയാണ് അത് എന്നാണ് അതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അനാവശ്യമായ സംസാരങ്ങളാണ് പലപ്പോഴും പല തെറ്റുകളിലേക്കും നമ്മെ എത്തിക്കുന്നതും നമ്മുടെ സമയങ്ങൾ നാം അറിയാതെ തന്നെ ഇല്ലാതായി പോകുവാൻ കാരണമാകുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഹൽ യകുബുന്നാസ അല വുജൂഹിഹിം ഔ മനാഖിരിഹിം ഫിന്നാരി ഇല്ല ഹസാഇദു അൽസിനതിഹിം. ജനങ്ങളെ അവരുടെ മുഖം കുത്തി അവർ നരകത്തിൽ ചെന്ന് വീഴുന്നത് അവരുടെ നാവുകൾ കൊയ്തെടുത്ത കാര്യങ്ങൾ അല്ലാതെ മറ്റെന്തുകൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും അവരുടെ രണ്ട് താടിയല്ലുകൾക്കിടയിലും അവരുടെ രണ്ട് കാലുകൾക്ക് ഇടയിലുമുള്ള അവയവങ്ങളെ സൂക്ഷിക്കുമെന്ന് എന്നോട് ഉറപ്പു നൽകിയാൽ ഞാൻ അവർക്ക് സ്വർഗം ഉറപ്പു നൽകാം എന്ന് അവിടുന്ന് പറയുകയുണ്ടായി. നാവിനെക്കുറിച്ചും ലൈംഗികാവയവത്തെക്കുറിച്ചുമാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചത്. അതുപോലെ തന്നെ നമുക്ക് കാണാം, ആരെങ്കിലും അന്ത്യനാളിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർ നാവിനെ സൂക്ഷിച്ചു കൊള്ളട്ടെ, അവർ നല്ലതു പറയുകയോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കുകയോ ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ അധ്യാപനങ്ങൾ പാലിച്ചുകൊണ്ട് ഈ വിശുദ്ധ റമദാനിൽ നമുക്ക് നാവിനെ സൂക്ഷിക്കാൻ തയ്യാറെടുക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു കല്ല് സൂക്ഷിച്ചിരുന്നെങ്കിൽ അതുപോലെ ആപേക്ഷികമായി ഒരു നിയന്ത്രണം നമ്മുടെ നാവിൻ്റെ മുകളിൽ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.